നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. വുമൺ, യു ആർ സെറ്റ് ഫ്രീ ഫ്രം യുവർ എയിൽമെൻറ്റ്. കർത്താവിൽ പ്രിയരെ, വീണ്ടും ഈ ദേവാലയത്തിൽ വരുന്നതിനും നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് സന്തോഷവും സ്നേഹവും കൂട്ടായ്മയൊക്കെ അനുഭവിക്കുന്നതിനും ഒരവസരം കൂടി ലഭിച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെയധികം പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി ഇന്ന് ആലയത്തിൽ വന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നതായുള്ള എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകിയതായുള്ള വികാരിയച്ഛനെയും ഇടവ ചുമതലക്കാരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും കർത്താവ് തൻ്റെ കൃപയിൽ ശക്തീകരിച്ച് വഴിനിർത്തട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് വൈകിട്ട് അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ മെമ്മോറിയൽ ലെക്ചർ ഈ പള്ളിയിൽ വെച്ച് നടക്കുവാനായിട്ട് പോവുകയാണ്. അതിനോടനുബന്ധിച്ചാണ് എനിക്കിവിടെ വരുവാനായിട്ട് ഇടയായിട്ടെത്തുന്നത്. എന്നാൽ രാവിലത്തെ ആരാധനയ്ക്ക് ശേഷം ഇനി വൈകിട്ട് പോകണ്ട എന്ന് നിങ്ങളാരും വിചാരിക്കരുത്. നിങ്ങളെല്ലാവരും ഈ രാവിലെ പള്ളിയിൽ വന്നിരിക്കുന്ന പോലെ തന്നെ ഉച്ചകഴിഞ്ഞും വന്നു ചേരണം എന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ഉച്ചകഴിഞ്ഞ് കാണാം എന്നുള്ളതായിട്ടുള്ള താല്പര്യത്തോടുകൂടി എൻ്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ശബത്തിൻ്റെ ആചരണമാണോ സൗഖ്യമാണോ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത്? ഡൂസ് ആൻഡ് ഡോൺസ് നമുക്കെല്ലാവർക്കും സമൂഹത്തിലുണ്ട്. നീ ഇത് ചെയ്യണം, നീ ഇത് ചെയ്യരുത്. ഇത് നാം സാധാരണ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് നമ്മോട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ ജനതയ്ക്ക് ന്യായപ്രമാണം നൽകിയത് അവർക്ക് ന്യായപ്രമാണം എല്ലാം ഓർത്തിരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ആചരണമാണ് അവരുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. നാം ഇവിടെ വായിക്കുന്ന ഈ വേദഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു ഒരു ദേവാലയത്തിൽ ചെന്നപ്പോൾ 18 സംവത്സരമായി ദുരാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരുന്നതായുള്ളൊരു സ്ത്രീയെ അതിൽ നിന്ന് അഴിച്ചുവിടുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. ഒരു പ്രശ്നം, അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പിറുപിറുത്തു. വേറെ 6 ദിവസം ഉണ്ടല്ലോ, എന്തിനാ ഈ ഞായറാഴ്ച സൗഖ്യമാക്കുന്നത്? വേറെ ദിവസം വന്ന് ചെയ്തു. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രോഗത്തിൻ്റെ സൗഖ്യം മാത്രമല്ല, ന്യായപ്രമാണത്തിനുള്ള വിടുതലും കൂടിയാണ്. ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ഡോക്ടർ ജോർജ് ഷാൻഡി, അദ്ദേഹം വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെയും ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തതായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഒരു ദിവസം തൻ്റെ ഓഫീസിലിരിക്കുന്ന അവസരത്തിൽ തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായുള്ള കണ്ണൻ എന്ന പേരുള്ളതായിട്ടുള്ള ഒരാൾ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ എത്രയും വേഗം ഇവിടേക്ക് വരണം. ഐസിയുലാണ് പേഷ്യൻ്റ്. കണ്ണനെ സംബന്ധിച്ചിടത്തോളം കണ്ണന് ഈ ആളുടെ എല്ലാ വിവരങ്ങളുമൊക്കെ നോക്കിക്കണ്ടതിന് ശേഷം എന്നാണ് ഈ പേഷ്യൻറ്റിനെ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിർണ്ണയിക്കുക എന്നുള്ളത്, ഒരു ഗൈഡൻസ് നൽകുക എന്നുള്ളതാണ്. ഡോക്ടർ വന്ന് നോക്കിയതിന് ശേഷം പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ വിവരങ്ങളെല്ലാം കണ്ണൻ വായിച്ചു നോക്കിയതായിട്ടുള്ള അവസരത്തിൽ തനിക്കൊരു കാര്യം മനസ്സിലായി. ഐസിയുലാക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഈ രോഗിക്ക് ഐസിയുലെ ഫീസ് കൊടുക്കുവാനായിട്ട് സാഹചര്യമില്ല, സാമ്പത്തിക പ്രയാസമുണ്ട്. ഒരു ഓട്ടോ ഡ്രൈവർ മാത്രമാണ്. ഡോക്ടർ അവിടേക്ക് ചെല്ലുന്ന അവസരത്തിൽ ഒരു 30 വയസ്സ് താഴെയുള്ളതായുള്ളൊരു യുവതിയും അവർക്ക് ജനിച്ചതായുള്ള 2 മക്കളും കൂടെയുണ്ട്.
ഓട്ടോ ഓടിച്ച് നടക്കുന്നതായുള്ള അവസരത്തിൽ ഒരു ദിവസം വളരെ ചെസ്റ്റ് പെയിൻ ഉണ്ടായി. ഉടനെ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആശുപത്രിയിലാക്കുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പോയി കാണുന്നത് ഇപ്രകാരം ചെസ്റ്റ് പെയിനായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതായിട്ടുള്ള ഓട്ടോ ഡ്രൈവറെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയുമാണ്. അതിനിടയിൽ ഈ പറഞ്ഞതായുള്ള കണ്ണൻ്റെ പിതാവ് മരിച്ചു. കൂടെ പ്രവർത്തിക്കുന്നതായുള്ള ആളുകളൊക്കെ ഈ കണ്ണനോടുള്ള സഹതാപം കൊണ്ട് ആ വീട്ടിൽ പോയി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിനായി. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒന്നുമില്ല, ചെറ്റക്കൊടിലാണ്, ഒന്നുമില്ല. അതുകൊണ്ട് അവർ മടങ്ങി വന്നതായുള്ള അവസ്ഥയിൽ അവരെല്ലാം കൊണ്ടൊരു ധനശേഖരണം നടത്തി. കയ്യിൽ കിട്ടിയതായുള്ള പണമെല്ലാം ശേഖരിച്ച് കണ്ണനെ കൊടുത്തു. കണ്ണൻ ചെയ്ത ഉടനെ തന്നെ താഴെ ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നതിന് ശേഷം ഈ രോഗിക്ക് വേണ്ടിയതായുള്ള ബില്ലടച്ചു. ഡോക്ടർ പറയുന്നുണ്ട്, എത്ര ഹൈ എൻഡ് പ്രിസ്ക്രിപ്ഷൻ നൽകിയാലും ട്രീറ്റ്മെൻറ്റ് നൽകിയാലും രോഗിയുടെ ജീവിത സാഹചര്യത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ എല്ലാ പ്രവർത്തനവും നിഷ്ഫലമാണ്. ജീവിച്ചിട്ട് തന്നെ ആ കാര്യം. ജീവനോടെ മടങ്ങി വീട്ടിൽ പോകുവാൻ സാധിച്ചതായുള്ള ഈ ഓട്ടോ ഡ്രൈവറും ഭാര്യയും മക്കളും കൂടെ ഒരു ദിവസം തിരിച്ച് ആശുപത്രിയിൽ വന്ന് നന്ദി പ്രകാശിപ്പിച്ചു. പക്ഷെ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു രോഗിയെ രോഗനിർണയം വരുത്തുക മാത്രമാണോ ആവശ്യം, അതോ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമോ? ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കാം. ഇമ്മീഡിയറ്റായിട്ട് ആവശ്യമായിരിക്കുന്ന രോഗനിർണയമാണ്, സംശയമൊന്നുമില്ല. രോഗത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് വിടുവിക്കണം. എന്നാൽ പിന്നീട് പോയി എങ്ങനെ ജീവിക്കും? യേശു ദേവാലയത്തിൽ ചെന്നതായുള്ള അവസ്ഥയിൽ കണ്ടതായിട്ടുള്ള സ്ത്രീക്കും ഇതുപോലുള്ളതായുള്ള പ്രശ്നമുണ്ട്. അവൾ കൂനിയാണ്. യേശു പറയുന്നു, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്നത് കൊണ്ട് അവൾക്ക് നിവരുവാനായിട്ട് കഴിയുന്നില്ലായിരുന്നു. കൂനിയായിട്ട് നാക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ നമ്മളെല്ലാം സർപ്രൈസ് ചെയ്യേണ്ടതായൊരു കാര്യം, യേശു ഇതുപോലെ ഇരിക്കുന്നതായുള്ള അവസരത്തിൽ ഈ ഭിത്തിക്ക് പുറത്ത് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മറ്റും വരുവാൻ കഴിയുന്നതായില്ല, ഒന്നിച്ചു കൂടുവാൻ കഴിയുന്നതായില്ല പ്രാകാരത്തിൽ ഇരിക്കുന്ന കൂനിയായുള്ള സ്ത്രീയെ യേശു കണ്ടു എന്നുള്ളത്. എങ്ങനെ കണ്ടു? പോട്ടെ, കണ്ടു. കണ്ട അവസരത്തിൽ അവളെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. നമുക്കിന്നും സ്ത്രീകളെ മദ്യപഹായിൽ കയറ്റാമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് പ്രയാസങ്ങളുണ്ട്. എന്നാൽ അന്ന് ആ സ്ത്രീക്കുണ്ടായിരുന്ന ഒന്നാമത്തെ വിലക്ക് അവൾക്ക് പുരുഷന്മാരിരിക്കുന്നതായുള്ള ഭാഗത്തേക്ക് വരുന്നതിനായിട്ടോ യേശുവിൻ്റെ അടുത്ത് ചേർന്ന് വരുന്നതിനായിട്ടോ അനുവാദമില്ലായിരുന്നു. നിഷേധിക്കപ്പെട്ടതായ ഇടങ്ങളിലേക്ക് കർത്താവ് അവളെ പ്രവേശിപ്പിക്കുകയാണ്. രണ്ടാമത്, ഒരു യഹൂദനായുള്ള കർത്താവായ യേശു ക്രിസ്തുവിന് എങ്ങനെയാണ് പബ്ലിക്കിൽ വെച്ചൊരു സ്ത്രീയുടെ ദേഹത്തെ തൊടാനായിട്ട് കഴിയുന്നത്? വിലക്കപ്പെട്ടിരുന്നു. എന്നാൽ യേശു കൈനീട്ടി അവളെ തൊട്ടു, അവൾ നിവർന്ന് നിന്നു എന്നാണ് നാം വായിക്കുന്നത്. ജീവിതത്തിൽ നിഷേധിക്കപ്പെട്ടതായുള്ള ഇടങ്ങളിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുവാൻ കഴിയുന്നതായുള്ളൊരു ദൗത്യം സഭയ്ക്കുണ്ട്, ഈ ഇടവയ്ക്കുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നിഷേധിക്കപ്പെട്ടതായുള്ള ഇടങ്ങളിൽ മനുഷ്യത്വം വികസിക്കേണ്ടതായുള്ള രംഗങ്ങളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുക എന്നത്. അവിടെ ഇരുന്ന ശാസ്ത്രിമാരെ പരീശന്മാരെ നീരസപ്പെട്ടു എന്നൊക്കെ വായിക്കുന്നുണ്ട്. പള്ളിയിലാണെങ്കിലും ദോഷചിന്തകളാൽ നിറയപ്പെടുന്നതായുള്ള ആളുകളുണ്ട്. പള്ളിയിലാണ്, ആരാധനയ്ക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങ് അകലെയുള്ളതായുള്ള ഒരാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ എനിക്ക് ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയാണ് പക വീട്ടാൻ കഴിയുന്നത്?
എങ്ങനെയാണ് ആളുകൾ ദേഷ്യപ്പെടേണ്ടത്, അകലേണ്ടത്, ബന്ധങ്ങൾ തകർക്കേണ്ടത്, ഇതൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് വന്നിട്ടുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നാം ഈ ദേവാലയത്തിൽ ചേർന്ന് വരുന്നത് ഹൃദയവിശുദ്ധിയുള്ളവരായിട്ട് തീരുന്നതിനായിട്ടാണ്. വിശുദ്ധിയോടെ വിശുദ്ധനായുള്ള ദൈവത്തെ ദർശിപ്പാനായിട്ട്. അതിനാണ് നാം ഈ ദേവാലയത്തിൽ ചേർന്ന് വരുന്നത്. ആ വിശുദ്ധിയിലേക്കുള്ള പ്രവേശനം നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ നമ്മുടെ ചിന്തകളാൽ തടയുന്നുണ്ടോ? ബന്ധനമാണ്. കർത്താവ് പറയുകയാണ്, ഈ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടേ സാധിക്കുകയുള്ളൂ. ബന്ധനമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുവാനായിട്ട്, സമാധാനം അനുഭവിപ്പാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നാണ് കർത്താവ് പറയുന്നത് തന്നെ. അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? അവിടെ ഇരുന്നതായുള്ള പരീശന്മാർ പറയുന്നത് ശബത്ത് നാൾ ഇതരുത് എന്നാണ്. യേശു അത് കേട്ട് കണ്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ തൊട്ടിയിൽ നിന്ന് കാളകളെ അഴിച്ച് വെള്ളം കുടിപ്പിക്കുന്നതിനായിട്ട് കൊണ്ടുപോകുകയില്ലയോ? കെട്ടിയിട്ടിരുന്നതായുള്ള സ്ഥാനത്ത് നിന്ന്. അങ്ങനെയെങ്കിൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്നതായുള്ള ഇവളെ രോഗബന്ധനത്തിൽ നിന്ന് ഞാൻ വിടുവിക്കേണ്ടതല്ലയോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അവൾക്ക് സൗഖ്യം മാത്രമല്ല ആവശ്യം, സമൂഹത്തിലുള്ള അംഗീകാരവും ആവശ്യമാണ്. സമൂഹത്തിൽ അംഗീകാരം ആവശ്യമാണ്. അതുകൊണ്ട് യേശു ഈ പരീശന്മാരെ ഉപദേശിക്കുന്നതായിട്ട് നാം ഇവിടെ കാണുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു ശബത്തിനെ കുറിച്ചൊരു പുതിയ നിർവചനം നൽകുന്നു. രണ്ടാമതായിട്ട്, നിവർന്നു നിൽക്കുവാൻ കഴിയാത്തതായുള്ള സ്ത്രീയെ നിവർന്നു നിൽക്കുവാൻ കോണം സഹായിക്കുന്നു, സൗഖ്യമാക്കുന്നു. മൂന്നാമതായിട്ട്, ഒരു പുതു സൃഷ്ടിയായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കോണം എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുന്നു. 3 കാര്യങ്ങൾ. ഒന്ന്, ശബത്തിനെ കുറിച്ചുള്ള ഒരു പുതിയ നിർവചനം. 2, സൗഖ്യം. കൂനിയായിരുന്ന സ്ത്രീക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയുന്നതായുള്ള രീതിയിൽ അവളെ സൗഖ്യമാക്കുന്നു. 3, അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ദൈവത്തെ സന്തോഷിപ്പാൻ ഇടയാവുന്ന ഒരു സാഹചര്യം നൽകുകയും അങ്ങനെ പുതു സൃഷ്ടികളായി തീർന്ന ആളുകൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കോണം ഇടം നൽകുകയും ചെയ്യുന്നു. എന്താണ് ശബത്തിനെ കുറിച്ചുള്ള യേശുവിൻ്റെ വ്യാഖ്യാനം? യേശു കപ്പർനഹൂമിലായിരുന്ന അവസരത്തിൽ പള്ളിയിൽ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ ജനതയുടെ മധ്യത്തിൽ കണ്ടു. അവനോട് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പറഞ്ഞു. അത്രേ ഉള്ളായിരുന്നെങ്കിൽ സാരമില്ല. അവനോട് നിൻ്റെ കൈ അങ്ങോട്ട് നീട്ടാനായിട്ടും കൂടെ പറഞ്ഞു. വരണ്ട കൈയുള്ളതായുള്ള മനുഷ്യനോടാണ് പറയുന്നത്. അവനെ അങ്ങ് എക്സ്പോസ് ചെയ്യാണ്. മറ്റൊരിക്കൽ ഒരു രക്തസ്രാവ സ്ത്രീ യേശുവിൻ്റെ തൊങ്ങലിൽ തൊട്ടു. ഉടനെ യേശു ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? വലിയ തിക്കും തിരക്കും ഉള്ളതായുള്ള അവസരത്തിലാണ്. എന്നാൽ ആ ആളിനെ എക്സ്പോസ് ചെയ്യാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതായുള്ള നമുക്ക് ദൈവത്തിന് നന്ദി പറയുന്നതിനായിട്ട് ഇടയായിട്ട് തീരണം. ഇന്ന് ജന്മദിനവും വിവാഹവാർഷികമൊക്കെ നടത്തിയതായുള്ള അവസരത്തിൽ അച്ഛൻ സൂചിപ്പിച്ചു, പ്രത്യേക സ്തോത്ര പ്രാർത്ഥന താല്പര്യപ്പെടുന്നതായുള്ള ആളുകൾ കൊണ്ട് മുമ്പോട്ട് വരണം. ഞാൻ വിചാരിച്ചു ഒത്തിരി ആൾക്കാർ വരുമെന്ന്. നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരാഴ്ച എന്താണ് ദൈവം ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യമില്ല എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ചേർന്ന് വരാൻ എങ്ങനെ സാധിക്കും? താങ്ക് യു ലോർഡ് പറയുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. താങ്ക് യു ലോർഡ്. യേശു മറ്റൊരവസരത്തിൽ ചോദിക്കുന്നുണ്ട്, 10 പേരല്ലേ എൻ്റെ അടുത്ത് വന്നത്, ബാക്കി 9 പേരെവിടെ? ആരാ യേശുവിൻ്റെ അടുത്ത് ചെന്നത്? ശമരിയാക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ, യഹൂദ ജനത്തിൽപ്പെട്ടുള്ള ആളല്ല, ശത്രു എന്ന് കരുതുന്നതായുള്ള ഒരാൾ. അവനും കുഷ്ഠരോഗിയാണ്. അവന് സൗഖ്യം വന്നപ്പോൾ അവൻ തിരിച്ചു വന്ന് താങ്ക്സ് പറഞ്ഞു.
ദൈവസന്നിധിയിൽ ചേർന്ന് വന്ന് ദൈവത്തിന് സ്തോത്രം പറയുന്നതിനായിട്ട് നമുക്ക് ഇടയാകും. അവിടെയാണ് ദൈവത്തിന് മഹത്വം കരയേറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. മഹത്വവാനായുള്ള ദൈവത്തെ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ടുള്ള ഒരു അവസരമാണ് ആരാധന എന്ന് പറയുന്നത്. നമ്മുടെ കൗമാരം തന്നെ ആരംഭിക്കുന്നത് മഹത്വീകരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. മഹത്വീകരണം, ദൈവത്തെ മഹത്വവാനായി കണ്ട് ദൈവത്തിന് സ്തോത്രം പറയുന്നതിനായിട്ട് നമുക്കിടയായിട്ട് തീരണം. യേശു പറയുന്നുണ്ട്, ഈ ശബത്ത് എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ മനുഷ്യൻ ശബത്തിന് വേണ്ടിയിട്ടല്ല. ശബത്തിൽ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സൗഖ്യം പ്രാപിക്കണ്ട എന്നുള്ള രീതിയിലല്ല. നിൻ്റെ ഇതുവരെയുള്ള 6 ദിവസത്തെ പ്രവർത്തനങ്ങളിനെ ഒന്ന് മാറി നിൽക്കണം. യു നീഡ് ലിഷർ, യു നീഡ് റെസ്റ്റ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഫ്രീ ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ്. ആ ഒരു ഫ്രീഡം അനുഭവിക്കാനായിട്ട് ഇടയാകുന്നതായിട്ടൊരു സാഹചര്യം. കർത്താവ് പറയുന്നു, ഈ സ്ത്രീക്ക് അത് സാധിക്കുന്നില്ല. 18 സംവത്സരമായി അവളെ ബന്ധിച്ചിരിക്കുകയാണ്. അവൾക്ക് ഇപ്പോഴും കൂനിയെ നടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അവളെ രോഗബന്ധനത്തിൽ നിന്ന് ഇന്ന് തന്നെയാണ് അഴിച്ചുവിടേണ്ടത്. കാരണം ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം പറയേണ്ടതായിട്ടുള്ള ദിവസമാണ്, നന്ദി പറയേണ്ടതായിട്ടുള്ള ദിവസമാണ്. ന്യായപ്രമാണത്തെ തിരിച്ചറിയുവാൻ കഴിയാത്തതായിട്ടുള്ള ആളുകൾക്ക് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ബന്ധനത്തെ സമൂഹത്തിൽ തള്ളിക്കളയുന്നതിനായിട്ടാണ് നാം വിനിയോഗിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. ബന്ധനസ്ഥരായിരിക്കുന്ന ആളുകളെ വിടുവിക്കുന്നതിനായിട്ട് സാധിക്കണം. ഈ അടുത്ത സമയത്ത് ഒരാൾ ചോദിച്ചു, ഈ വിശുദ്ധ കുർബാന ശുശ്രൂഷ എന്ന് പറയുന്നത് പാപമോചനത്തിനുള്ളതാണോ? എവിടെ ലിറ്റർജിയിൽ പറഞ്ഞിരിക്കുന്നത്? ഞാനെന്താ നിങ്ങളോട് ആ ചോദ്യം തന്നെ ചോദിക്കട്ടെ, എവിടെ ലിറ്റർജി പറഞ്ഞിരിക്കുന്നത്? കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി. പാപമോചനം വിശുദ്ധ കുർബാനയിൽ സാധിക്കും. ഞാൻ പറഞ്ഞു, അത് ലിറ്റർജിയിലുണ്ട്, അത് ലിറ്റർജിയിലുണ്ട്. ലിറ്റർജി അറിയണം. നാം ഇവിടെ ചേർന്ന് വന്ന് ഉരുവിടുന്നതായിട്ടുള്ള ചില വാക്കുകളായിട്ട് മാറരുത്. കാലം ചെയ്തതായിട്ടുള്ള അത്തനേഷ്യസ് തിരുമേനി പറയുമായിരുന്നു, ഈ നിക്കാ വിശ്വാസ പ്രമാണം വരുമ്പോൾ വലിയ സ്പീഡാണ്, ആൾക്കൊക്കെ അങ്ങ് പറയണം, വലിയ എല്ലാവരും കൊണ്ട് ഒരുമിച്ചാണ് പറയുന്നത്. എന്നിട്ട് തിരുമേനി പറയും, എന്തിനാണെന്നറിയാമോ? അത് കഴിഞ്ഞാൽ ഉടനെ ഇരിക്കാം. അതുകൊണ്ട് നല്ല സ്പീഡാണ്. നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ നാം പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അത് അറിഞ്ഞ് പറയുന്നതിനായിട്ട് സാധിക്കണം, അറിഞ്ഞുകൊണ്ട് പറയണം ഞങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവനും അവന് രോഗങ്ങളിൽ നിന്നുള്ള വിടുതലുമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ. സമൃദ്ധിയായുള്ള ജീവൻ നൽകുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ജീവൻ എടുത്തു കളയുന്നതല്ല, ജീവൻ നഷ്ടപ്പെടുത്തുന്നതല്ല, ബന്ധനസ്ഥനാകുന്നതല്ല, അങ്ങനെ ആക്കുന്നതുമല്ല. ഈ ജോസഫ് ആൻഡ് മേരി അവരെക്കുറിച്ച് നാം വായിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ 2 ദീർഘയാത്രകളുണ്ട്. ഒന്ന് ബേത്ലഹേമിലേക്കുള്ള യാത്ര, രണ്ടാമത്തെ ഈജിപ്തിലേക്കുള്ള യാത്ര. എന്തിനാ ഈ യാത്ര എന്നറിയാമോ? ദൈവം അവർക്ക് നൽകുന്നതായുള്ള യേശു കുഞ്ഞിൻ്റെ സംരക്ഷണമാണ്. മറിയയ്ക്ക് സുഖമായുള്ള പ്രസവം ഉണ്ടാവണം ബേത്ലഹേമിൽ. അതിൽ ശ്രദ്ധാലുവാണ് ജോസഫ് എന്ന് പറയുന്നതായുള്ള മനുഷ്യൻ. ഇവിടെ ഇതാ ഹേരോദാവ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലുവാനായിട്ട് പോകുന്നു. ഈ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകണം. ദൈവം പറഞ്ഞതായുള്ള അവസരത്തിൽ വിഷമമേറിയതായുള്ള സാഹചര്യത്തിലും ജോസഫ് അത് ഏറ്റെടുക്കുകയാണ്. വി വിൽ ഗോ,
തിരിച്ചൊന്ന് ഓർത്ത് നോക്കിയാൽ ഈ നമ്മളുടെ വർക്ക്ഷോപ്പൊക്കെ ഒന്ന് അടച്ചിട്ടിട്ട് അല്ലെങ്കിൽ ലീവ് എടുത്തിട്ട് എവിടെയെങ്കിലും അവധിക്ക് പോകുന്നതായുള്ള അവസരത്തിൽ ഇപ്പോഴത്തെ ഇറാനിലെ യുദ്ധം പോലെ പോകാനായിട്ട് സാധിക്കാതെ സ്റ്റക്കായി പോയാൽ എന്ത് ചെയ്യും? നമ്മളൊരു നെടുവീർപ്പിടും, ഇല്ലേ? ദീർഘമായുള്ളൊരു നെടുവീർപ്പ്. അയ്യോ, എത്രയും വേഗം തിരിച്ച് വർക്ക്ഷോപ്പിൽ പോകണം, എത്രയും വേഗം തിരിച്ച് എൻ്റെ ജോലിക്ക് പോകണം, എത്രയും വേഗം തിരിച്ച് എൻ്റെ ഓഫീസിൽ പോകണം. അത് വർക്ക് ഫ്രം ഹോം ആണെങ്കിലും എനിക്കത് ചെയ്യണം. ഐ ഷുഡ് ബി ദേർ. ജോസഫ് ഈ മറിയയും കൊണ്ട് ബേത്ലഹേമിലേക്ക് പോയപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് എനിക്ക് തിരിച്ചു വരാമെന്നതാണ്. ബേത്ലഹേമിൽ പോയതിന് ശേഷം തിരിച്ചു പോകാം. പറ്റിയില്ല. ഈജിപ്തിൽ പോയി. പിന്നെ ഹേരോദാവ് മരിച്ചതിന് ശേഷം മാത്രമാണ് കുഞ്ഞിനെയും കൊണ്ട് ഗലീലയിലേക്കും നസ്രയത്തിലേക്കൊക്കെ വരുന്നത്. ദീർഘനാൾ he was away from home, away from his work. സാധിക്കുന്നു. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതായ ആളുകൾക്ക് മാത്രമാണ് സാധ്യമായി തീരുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. വി പുട്ട് അവർ ട്രസ്റ്റ് ഇൻ ഹിം. ദൈവം ഞങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഞങ്ങൾക്ക് പ്രയാസം തരികയില്ല. ദൈവം ഒരു വഴി കണ്ടെത്തും. ഇത് ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നവർക്കാണ് പ്രതിസന്ധികളെ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നേരിടുവാനായിട്ട് കഴിയുന്നത്. നാം നനച്ചിരിക്കാത്തതായുള്ള വേളയിലായിരിക്കും ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആൻഡ് ദാറ്റ് വിൽ സർപ്രൈസ് us, that will hurt us, that will cause pain for us. No doubt about it. എന്നാൽ God is God. Awesome God is God. എൻ്റെ ദൈവം എനിക്ക് മതിയായനാകുന്നു എന്ന് പറയുവാനായിട്ട് കഴിയുന്നിടത്താണ് വിശ്വാസത്തിൻ്റേതായുള്ള നിഴലുകൾ നമുക്ക് ദർശിപ്പാനായിട്ട് സാധിക്കുന്നത്. കൂനിയായിരുന്ന സ്ത്രീയെ നിവർന്നു നിൽക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നതായുള്ള യേശുവിനെ നാം കാണുന്നുണ്ട്. വനിതാ ദിനത്തിൽ ഒരു ധ്യാന ചിന്ത ഞാൻ കാണുകയുണ്ടായി, വായിക്കുകയും ചെയ്തു. അന്ന് ശമരിയാക്കാരത്തെ സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞത്. സാധാരണ ശമരിയാക്കാരത്തെ സ്ത്രീയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുന്നതായുള്ള അവസരത്തിൽ പിഴച്ചുപോയ ഒരു സ്ത്രീയെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ വരുന്നതായുള്ള ചിന്ത മുഴുവൻ. പിഴച്ചുപോയതായിട്ടുള്ള ഒരു സ്ത്രീ. എന്നാൽ തിരിച്ച് ചിന്തിക്കുന്നുണ്ട്, അന്ന് യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ യഹൂദന്മാരോട് ഒന്നിച്ച് വസിക്കുന്നതായുള്ള ആ സ്ത്രീയെ, അന്നത്തെ പ്രമാണം ഭർത്താവ് മരിച്ചു പോയാൽ പിന്നെ അനുജനെ വിവാഹം കഴിക്കണം, ദേവര വിവാഹം. അതുപോലെ തന്നെ ഇന്ന് ഇസ്ലാം മതത്തിൽ കാണുന്ന പോലെ മൊഴി ചൊല്ലി വിടാം. അതുകൊണ്ട് ക്രിസ്ത്യാനികളായി മാർത്തമ്മക്കാരായി പിറന്നതായിട്ടുള്ള സ്ത്രീകളെല്ലാം ഇന്ന് സന്തോഷിക്കണം. അങ്ങനെയൊന്നും മാർത്തമ്മ സഭയിലില്ല. അങ്ങനെ മൊഴി ചൊല്ലി വിട്ടതായിട്ടുള്ള 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഓർത്തിട്ടുണ്ട്. 5 പേരും മൊഴി ചൊല്ലി വിട്ടു. ആരാണ് ഇര? ആരാണ് നിർഭാഗ്യത്തിൽ വീണുപോയിരിക്കുന്നത്? ഈ സ്ത്രീയാണ്. നമുക്കിഷ്ടമാണ് അവളെ പാപിനിയായ സ്ത്രീ എന്ന് പറയുന്നത്. എന്നാൽ യേശു അവളോട് പറയുന്നു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, നീ പറഞ്ഞതും ശരിയാണ്, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവുമല്ല. ശരിയാ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. എന്നാൽ അവൾക്ക് തന്നെ യേശു തൻ മശിഹായാകുന്നു എന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അവളുടനെ തൊട്ടിയും പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് ഓടിപ്പോവുകയാണ് സമരിയ പട്ടണത്തിലേക്ക്. എനിക്ക് കിട്ടിയതായില്ലേ സദ്വർത്തമാനം എത്രയും വേഗം എൻ്റെ ജനത്തെ അറിയിക്കണം. ഓടിച്ചെന്ന് സമരിയ പട്ടണത്തിലുള്ള എല്ലാവരോടും പറഞ്ഞു, ഞാൻ മശിഹായെ കണ്ടു, നിങ്ങൾക്കും എന്നെ കാണാം. യേശു അവരോടുകൂടി 2 ദിവസം പാർത്തു എന്നാണ് നാം വായിക്കുന്നത്. സമരിയ പട്ടണത്തിലുള്ള ആളുകളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ സന്തോഷിപ്പാൻ്റെ കൊണ്ട് ഇടയായി തീർന്നതായ സാഹചര്യമായിട്ട് മാറുകയാണ്. ചുവട്ടടികൾ മാത്രം കണ്ടുകൊണ്ട് ജീവിച്ചതായൊരു സ്ത്രീയെ നമുക്കത് ചിന്തിപ്പാനായിട്ട് കഴിയുമോ? ഞാനൊരിക്കലേ
ചുങ്കത്തറയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ചുരം കയറണം. ഞാൻ അന്ന് 2 വീലർ ഉപയോഗിക്കുന്നത്. 2 വീലറിലൊക്കെ അതിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൂനിയായുള്ള സ്ത്രീയെ ഇങ്ങനെ വടിയും കൊണ്ട് കുത്തി അതിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് കണ്ടു. ഞാൻ തിരിച്ചു വന്നതായുള്ള അവസരം, ഞാൻ കുറേ പോയി അതിനുശേഷം തിരിച്ചു വന്നതായുള്ള അവസരം ഈ സ്ത്രീയെ തന്നെ കാണുകയുണ്ടായി. അവളവളുടെ യാത്ര തുടരുകയാണ്. കുറച്ച് ഡിസ്റ്റൻസൊക്കെ കഴിഞ്ഞു. പക്ഷെ ഓർത്തോണം, എല്ലായ്പ്പോഴും ഈ വടി കുത്തി നടക്കുന്നതായുള്ള എല്ലാ അവസരത്തിലും ഷീ ക്യാൻ സീ ഓൺലി ദി ഹെയർ ഫുട് പ്രിൻറ്റ്സ്. ഞാനിപ്പോൾ ഒരു വടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നടക്കാനായിട്ട്. ഇപ്പോൾ ചില ആളുകൾ ഓടി വരും കൈമുത്താനായിട്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ എൻ്റെ പ്രശ്നം എന്നറിയോ, ഞാൻ എൻ്റെ കണ്ണുയർത്തി ആളിനെ നോക്കി കൈമുത്ത് കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ ഞാൻ താഴെ പോകും. എൻ്റെ താളം തെറ്റും. അടുത്തത് എവിടെ കുത്തുന്നുണ്ടെന്ന് എനിക്കറിയാൻ മേലാ പോകും. ഇതാരും മനസ്സിലാക്കുന്നില്ല. തിരുമലയെ കണ്ട ഉടനെ കൈമുത്തണം, അതേ ഉള്ളൂ. വെരി ഗുഡ്. എന്നാൽ കൂനിയായുള്ള സ്ത്രീ തൻ്റെ ചുവട്ടടി മാത്രം കണ്ടുകൊണ്ട് ജീവിക്കേണ്ടി വരുന്നതായുള്ള അവസരം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഷീ കാൻ സീ ദ ഹോൾ വേൾഡ്. ഷീ കാൻ സീ ഹെർ നെയ്ബർ. ഷീ കാൻ ടോക്ക് ടു എനിവൺ. മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ട് പ്രയാസമാണ്. യേശു അവളെയാണ് നിവർത്തുന്നത്. തൊട്ടു, അവൾ നിവർന്നു, സൗഖ്യമായിട്ട് തീരുന്നതായിട്ട് അവസരം. ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് സമയം കൂടുതലെടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഐ എം സോറി അബൌട്ട് ദാറ്റ്. ഒരു ഓടക്കുഴൽ വിൽക്കുന്നതായുള്ള വ്യാപാരി, അയാൾ സൈക്കിളിൽ യാത്രയാണ്. സൈക്കിളിലെല്ലാം ഇങ്ങനെ ഓടക്കുഴലിൽ വെച്ചിട്ടുണ്ട്, വിൽക്കാനായിട്ട് കൊണ്ടുപോയിട്ട് വരികയാണ്. മാർക്കറ്റിൽ പോയിട്ട് വരുന്നതായുള്ള അവസരം. ഈ പോകുന്നതായുള്ള അവസരത്തിൽ കുറച്ച് പട്ടിക്കുട്ടികളെ കണ്ടു. അതിലൊന്ന് നട്ടലൊടിഞ്ഞതായുള്ളൊരു പട്ടിക്കുട്ടിയാണ്. നിങ്ങൾക്കറിയാം അയാൾ എന്നാ ചെയ്തെന്ന്? അയാൾ സൈക്കിളിൽ നിന്ന് ഇറങ്ങി ആ പട്ടിക്കുട്ടിയെ എടുത്ത് തൻ്റെ മടിയിൽ വെച്ച് തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോയി. വർക്ക്ഷോപ്പിൽ ചെന്ന് ഈ ഓടക്കുഴലൊക്കെ കുഴിച്ചൊക്കെ ഓടക്കുഴലാക്കുന്നതായിട്ടുള്ള പണിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തൻ്റെ കുറേ ടൂൾസൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ഈ ശരീരം നേരെ നിൽക്കത്തക്കവണ്ണം, എന്നാൽ അതേ അവസരത്തിൽ തന്നെ വീൽ വെച്ചിട്ട് ഈ പട്ടിക്ക് മുമ്പോട്ട് പോകത്തക്കവണ്ണമൊക്കെ വാഹന സൗകര്യം ഒരുക്കി കൊടുത്തു. അത് ബോഡിയെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഈ പട്ടിക്കുട്ടി ഇങ്ങനെ മുമ്പോട്ട് നീങ്ങുന്നത് കണ്ട് സന്തോഷിച്ചു. അതിനെ വിടുകയും ചെയ്തു. അതിന് കുറച്ച് പാലുമൊക്കെ കൊടുത്തിട്ട് അതിനെ വിട്ടു. എന്നിട്ട് വൈകുന്നേരമായപ്പോൾ തനിക്ക് ക്ഷീണമായി, തനിക്ക് വീട്ടിൽ വന്ന് വിശ്രമിക്കണം. അപ്പോഴാണൊരു കാഴ്ച. അദ്ദേഹം തൻ്റെ പാൻറ് ഇങ്ങനെ മുകളിലോട്ട് നീക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വെപ്പുകാല് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. He himself was handicapped, and he could understand the difficulty of a dog that was not able to walk. എമ്പതി എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്നത് ജീവിത അനുഭവത്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതായിട്ടുള്ള സാഹചര്യം. മറ്റുള്ളവരുടെ വേദന എന്തെന്ന് അവരുടെ ഷൂസിലേക്ക് കയറി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതായിട്ടുള്ള അവസരത്തിലാണ്. Are we able to do that? നമ്മൾ എത്രയോ ആളുകളാണ് പ്രയാസ സാഹചര്യത്തിൽ കണ്ടിട്ടുള്ളത്, കാണാത്തതല്ല കണ്ടിട്ടുള്ളത്. ബട്ട് വാട്ട് ക്യാൻ വി ഡു ഫോർ ദാറ്റ്? എന്താ ചെയ്യാനൊക്കെ? നമ്മൾ പറയാം ഐ എം സോറി. ഡു വാട്ട് എവർ യു ക്യാൻ. ഡു വാട്ട് എവർ യു ക്യാൻ. എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണം. ഈ നിക്കോൾസൺ സ്കൂളിൽ ഞാൻ കുറച്ച് മണിപ്പൂരി കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. മണിപ്പൂരിലെ പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അവിടെ പ്രയാസ സാഹചര്യത്തിൽ പഠിക്കാനായിട്ട് സ്കൂളിൽ പോകുന്നതിനായിട്ട് കോളേജിൽ പോകുന്നതിനായിട്ട് ഒന്നും കഴിയാത്തതായിട്ടുള്ളൊരു സ്ഥിതിയാണ്. അപ്പോൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയാണ്.
1 വർഷത്തിൽ കൂടുതലായി. 1 വർഷമല്ല, 2 വർഷത്തിൽ കൂടുതലായി. കുട്ടികൾ പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവർ മലയാളവും പഠിച്ചെടുത്തിട്ടുണ്ട്. അവരുടെ പാട്ട് പാടുന്നതോടൊപ്പം മലയാളം പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. അവർ നല്ലതായിട്ട് നൃത്തം ചെയ്യുന്ന ആൾക്കാരാണ്. പല വിധത്തിൽ ടാലൻറ്റഡാണ്. എന്നാൽ ഞാനിത് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോലും ആരെങ്കിലും ഒരാൾ തിരുമേനി ഞാൻ ഒരാളുടെ സ്പോൺസർഷിപ്പ് ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. 2 പേരെ കാണുകയുള്ളൂ. 2 പേരോ 1 ഒക്കെ കാണുകയുള്ളൂ. 1, 1.5, 2 ഒക്കെ കാണുകയുള്ളൂ. 7, 8 ഒക്കെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും എന്നൊക്കെ ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് 2 ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. 2 ഉണ്ടല്ലോ. ഒരാളെ കൂടെ പഠിപ്പിക്കാം. ദൈവം അതിനുള്ളതൊക്കെ തന്നിട്ടില്ലേ? കഷ്ടതകൾ കണ്ട് മാറി കടന്നു പോകുന്നതിനായിട്ട് നമുക്ക് കഴിയും. ഇറങ്ങിച്ചെന്ന് അപകടത്തിലായിരിക്കുന്ന ആളിനെ വെച്ച് കെട്ടുന്നതിനായിട്ടും വാഹനം നൽകി അതിലേക്ക് കയറ്റി കയ്യിൽ നിന്നുള്ള രൂപയൊക്കെ കൊടുത്ത് ഇവനെ വല്ല വിധേനെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയുന്നതിനായിട്ടും സാധിക്കുമോ? ഇതാവശ്യം. അനുകമ്പ മാത്രമല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്, കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടിയാണ്. വിച്ച് ഈസ് പോസിബിൾ ഫോർ us, നോട്ട് ഇമ്പോസിബിൾ. ഇമ്പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് കുർബാനയ്ക്ക് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളിവിടെ വരുന്നതായുള്ള അവസരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് മുറിച്ച ഒരപ്പമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ അപ്പമൊക്കെ ഉണ്ട്, റൗണ്ടായിട്ടുള്ള അപ്പമൊക്കെ ഉണ്ട്. തിരുമേനി അത് മുഴുവൻ ഞാൻ അന്നേരം ഇന്നലെ പകുതിയാക്കുന്നു. നല്ല കാര്യമാണ്. എന്നാൽ യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എന്ന് അവൻ പറഞ്ഞു. കർത്താവ് സന്നിഹിതനായി നമുക്ക് നൽകുന്നതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ എന്നാണ് കർത്താവ് പറയുന്നത്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. ഏത്? കുർബാന അനുഷ്ഠിക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തെ മുറിക്കണം. നിങ്ങളുടെ ജീവിതത്തെ മുറിക്കണം. സാധിക്കും. സ്വയപര്യാപ്തതയിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കംഫർട്ട്സാണ് നമുക്ക് ആവശ്യം. ഏതൊക്കെ രീതിയിൽ കംഫർട്ട്സ് വെക്കുക, അതാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ബ്രേക്ക് യുവർ ബോഡി. അങ്ങനെ നുറുക്കപ്പെടുന്നതായുള്ള സ്ഥലത്ത് മാത്രമാണ് മറ്റൊരാൾക്കൊരു സാഹചര്യം നാം കൊടുക്കുന്നത്, ഒരു ഇടം കൊടുക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. നുറുക്കപ്പെടുന്ന ഇടത്താണ് മറ്റൊരാൾക്ക് ഇടം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. യേശു കൂനിയായുള്ള സ്ത്രീയെ സൗഖ്യമാക്കി എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് നല്ലതാണ്. എന്നാൽ യേശുവിൻ്റെ കുരിശും കൂടെ ഒരുക്കപ്പെടുകയാണ് തൽഫലമായിട്ട്. പരീശന്മാർ ഇതൊക്കെ പറഞ്ഞതൊക്കെ കേട്ടു, പക്ഷേ എങ്ങനെയാണ് അവനെ പിടിക്കേണ്ടത്, ക്രൂശിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അതാണ് പിന്നീട് ചെയ്യുന്നത്. അതുകൊണ്ട് തൻ്റെ ക്രൂശിൻ്റെ പശ്ചാത്തലത്തിലാണ് കൂനിയായിട്ടുള്ളൊരു സ്ത്രീയെ പോലും സൗഖ്യമാക്കുന്നത്. കുരിശിൻ്റെ അനുഭവത്തെ കൂടാതെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ ആർക്കും കഴിയില്ല. ഒരുത്തനൊരു പിന്നാലെ ഒരുവൻ നിശ്ചിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് കർത്താവ്. ക്രൂശ് എടുക്കണം. അനിവാര്യമായിട്ടുള്ളൊന്നാണ്, ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളൊന്നാണ് ക്രൂശ് എടുക്കുക എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഷുഡ് ബി മെയ്ഡ് പോസിബിൾ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. 3-ാമത്തെ പോയിന്റിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല, ദീർഘമായി പോയി എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ 2 കാര്യങ്ങൾ പറയുന്നതിനായിട്ട് ശ്രമിച്ചു. ആദ്യമേ തന്നെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, യേശു ഈ കൂനിയായുള്ള സ്ത്രീയെ സൗഖ്യമാക്കുക മാത്രമല്ല, സമൂഹത്തിൽ അവൾക്കുള്ളൊരു സ്ഥാനവും കൂടെ നൽകി. അവൾക്ക് പുരുഷന്മാരുടെ ഇടയിൽ നിന്ന് കയറി യേശുവിൻ്റെ അടുത്ത് വരുവാനായിട്ട് അനുവാദം കിട്ടി. യേശു അവളെ തൊട്ടു സൗഖ്യമാക്കി. 100 നടക്കുന്നതിനൊക്കെ ഇടയായി. വേറെ 6 ദിവസം ഉണ്ടല്ലോ വന്ന്
സൗഖ്യമാക്കിക്കൊള്ളുവിൻ. എന്തിനാണ്? ശബത്തിൽ അരുത് എന്നാണ് പറയുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത്, ഇവൾ 18 സംവത്സരമായി സാത്താനാൽ ബന്ധിക്കപ്പെട്ടതായുള്ളൊരു വ്യക്തിയാണ്. ഇന്നാണ് അവളെ സൗഖ്യമാക്കേണ്ടത്, ഇന്നാണ് അവളെ വിടേണ്ടത്. അവൾ വിടുതൽ പ്രാപിക്കേണ്ടതും ജീവൻ അനുഭവിക്കേണ്ടതും ഇന്ന് തന്നെയാണ്, നോട്ട് ടുമോറോ. അന്നന്ന് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ കൃപ മുഖാന്തരമായി നിർവഹിപ്പാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം എന്നുള്ളത് ഓർക്കാം. വിടുതൽ നൽകുക എന്നത് ക്രിസ്തീയമായുള്ളൊരു ധർമ്മമാണ്, സഭയുടെ ദൗത്യമാണ്. ഈ ദൗത്യനിർണത്തിനായി ഇടവകയായി വിശ്വാസ സമൂഹമായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായുള്ള യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചതിനാൽ സ്തോത്രം. ഞങ്ങൾ ജീവിക്കേണ്ടതായുള്ള പാത എന്തെന്ന് ഞങ്ങൾക്ക് ജീവിതത്തിലൂടെ ചൂണ്ടിക്കാണിച്ച് തന്നുവല്ലോ. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞതായുള്ള കർത്താവേ, അവിടുന്ന് കൂനിയായുള്ള സ്ത്രീയെ സൗഖ്യമാക്കുകയും സമൂഹത്തിൽ അവൾക്ക് ജീവിക്കുവാൻ തക്കവണ്ണം ഇടം നൽകുകയും ചെയ്തതിനെ ഈ അവസരം ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മതത്തിൻ്റെ പേരിൽ, ശബത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കി തീർക്കുകയല്ല, സ്വാതന്ത്ര്യം നൽകിയത് ജീവിതത്തിൻ്റെ സമൃദ്ധിയായുള്ള അനുഭവത്തിലേക്ക് അനേകരെ നയിക്കുന്നതിലുള്ള സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങളെല്ലാം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിവരുവാൻ കഴിയാതെ കൂനിയായി ജീവിച്ചതായുള്ള വ്യക്തിയുടെ പ്രയാസ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവളെ നിവർന്ന് നിൽക്കുവാൻ്റെ കൊണ്ട് സഹായിച്ചതായുള്ള കർത്താവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് നന്മയ്ക്കായി, അനുഗ്രഹത്തിനായി നിവർന്ന് നിൽക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് അനേകരെ നയിക്കുന്നതായി തീരുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിമർശിക്കുന്നവരായിട്ടല്ല, പിറുവിറുക്കുന്നവരായിട്ടല്ല, പിന്നെ ഹൃദയശുദ്ധിയുള്ളവരായി ദൈവത്തെ കാണുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാവരും സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് വായിക്കുന്നത് പോലെ ദൈവസ്ഥാനത്തിലേക്ക് ഞങ്ങൾ ചേർന്ന് വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇതിനെ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ.